ഗാസയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായേക്കാവുന്ന ഒരു വഴിത്തിരിവിനാണ് കഴിഞ്ഞ ദിവസം ലോകം സാക്ഷ്യം വഹിച്ചത്. ഏകദേശം 20 വർഷത്തോളമായി ഗാസയുടെ സമ്പൂർണ്ണ സിവിലിയൻ ഭരണ ചുമതല വഹിച്ചിരുന്ന പലസ്തീനിയൻ സായുധ സംഘമായ ഹമാസ് തങ്ങളുടെ അധികാര കേന്ദ്രമായ ഗവൺമെന്റൽ എമർജൻസി കമ്മിറ്റി ഔദ്യോഗികമായി പിരിച്ചുവിട്ടതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. 2006 തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം 2007 എതിർകക്ഷിയായ ഫതഹ് പാർട്ടിയെ സായുധ പോരാട്ടത്തിലൂടെ പരാജയപ്പെടുത്തി ഗാസയുടെ ഭരണ നിയന്ത്രണം ഏറ്റെടുത്ത ഹമാസിന്റെ ഈ പടിയിറക്കം കേവലമൊരു ഭരണമാറ്റത്തിനപ്പുറം വിശാലമായ ഭൗമ രാഷ്ട്രീയ മാനങ്ങളുള്ള ഒന്നാണ്. 2023 ഒക്ടോബറിൽ ആരംഭിച്ച 2 വർഷത്തോളം നീണ്ടുനിന്ന അതിരൂക്ഷമായ യുദ്ധത്തിനു ശേഷം 2025 ഒക്ടോബറിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായാണ് നിലവിലെ ഈ അപ്രതീക്ഷിത നടപടി. ഭരണ ചുമതലയിൽ നിന്നുള്ള ഹമാസിന്റെ പിന്മാറ്റം യുദ്ധത്തിൽ തകർന്നടിഞ്ഞ ഗാസയുടെ ഭാവിയെ എങ്ങനെ സ്വാധീനിക്കുമെന്നും യുദ്ധാനന്തര പുനർനിർമ്മാണത്തിനും പൂർണ്ണമായ സമാധാനത്തിനും ഇനിയും എന്തൊക്കെ കടമ്പകളാണ് ബാക്കിയുള്ളതെന്നും ലോകം ഉറ്റുനോക്കുകയാണ്. കേവലം ഭരണകൂടം മാറുന്നതുകൊണ്ട് മാത്രം ജനങ്ങളുടെ ദുരിതം അവസാനിക്കില്ല എന്ന യാഥാർത്ഥ്യവും ഈ മാറ്റങ്ങൾക്കൊപ്പം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഹമാസിന്റെ ഗവൺമെന്റൽ എമർജൻസി കമ്മിറ്റി രാജിവെച്ച ഒഴിവിലേക്ക് ഇനി കടന്നു വരുന്നത് നാഷണൽ കമ്മിറ്റി ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗാസ എന്ന സ്വതന്ത്ര സാങ്കേതിക വിദഗ്ധരുടെ ഒരു സമിതിയാണ്. മുഹമ്മദ് അൽ ഫറയുടെ നേതൃത്വത്തിലുള്ള മുൻ ഭരണസമിതി ഔദ്യോഗികമായി രാജിവെച്ച വിവരം ഹമാസിന്റെ ഗവൺമെന്റ് മീഡിയ ഓഫീസ് ഡയറക്ടർ ജനറൽ ഇസ്മായിൽ അൽ തവപ്തയാണ് പത്രസമ്മേളനത്തിലൂടെ ലോകത്തെ അറിയിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി പാസാക്കിയ 2803 നമ്പർ പ്രമേയത്തിന്റെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിലുള്ള 20 ദിന സമാധാന പദ്ധതിയുടെയും അടിസ്ഥാനത്തിലാണ് ഗാസയുടെ സിവിലിയൻ ഭരണം ഈ പുതിയ സമിതിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പലസ്തീൻ അതോറിറ്റിയിലെ മുൻ ഉദ്യോഗസ്ഥനും ഗാസ സ്വദേശിയുമായ എഞ്ചിനീയർ അലി ഷാത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ 15-അംഗ സമിതി നിലവിൽ ഈജിപ്തിലെ കെയ്റോയിലാണുള്ളത്. ഗാസയിലേക്ക് പ്രവേശിക്കാനും അവശ്യ സേവനങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള ഭരണ ചുമതലകൾ ഏറ്റെടുക്കാനും തങ്ങൾ പൂർണ്ണമായും സജ്ജമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായും സ്തംഭിക്കാതിരിക്കാൻ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ പുതിയ സമിതിയുടെ കീഴിൽ തുടർന്നും പ്രവർത്തിക്കുമെന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ അധികാര കൈമാറ്റം വിജയകരമാകണമെങ്കിൽ ഒരു അതോറിറ്റി, ഒരു നിയമം, ഒരായുധം എന്ന തത്വം ഗാസയിൽ പൂർണ്ണമായും പ്രാവർത്തികമാക്കേണ്ടതുണ്ടെന്ന് അലി ഷാത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പുതിയ ഭരണസമിതി അധികാരമേൽക്കാൻ തയ്യാറെടുക്കുമ്പോഴും സമാധാന പ്രക്രിയയിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ്. അത് ഹമാസിന്റെ ആയുധം താഴെവെക്കൽ എന്ന നിബന്ധനയാണ്. ഗാസയുടെ പൂർണ്ണമായ സൈനിക മുക്തീകരണമാണ് സമാധാനത്തിനുള്ള അടിസ്ഥാന വ്യവസ്ഥയായി ഇസ്രയേലും അമേരിക്കയും പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ഭരണപരമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ഹമാസ് തയ്യാറാണെങ്കിലും തങ്ങളുടെ പക്കലുള്ള ആയുധങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നതിനോ സൈനിക സംവിധാനങ്ങൾ പിരിച്ചുവിടുന്നതിനോ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഗാസയിലെ യുദ്ധാനന്തര സമാധാന പദ്ധതിയുടെയും പുനർനിർമ്മാണത്തിന്റെയും മേൽനോട്ടം വഹിക്കാൻ അമേരിക്ക നിയോഗിച്ച ബോർഡ് ഓഫ് പീസ് ഈ വിഷയത്തിൽ കർശന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഹമാസിന്റെ വാഗ്ദാനങ്ങളിലല്ല മറിച്ച് അവരുടെ പ്രായോഗികമായ നടപടികളിലാണ് തങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നതെന്നും ഗാസയിലെ മുഴുവൻ ആയുധങ്ങളും LCAGയുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ കൊണ്ടുവരണമെന്നും ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഗാസയിലെ രാഷ്ട്രീയ നിരീക്ഷകനായ മുഖൈമർ അബൂ സദയെ പോലെയുള്ള വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഭരണത്തിൽ നിന്നുള്ള ഈ പിന്മാറ്റം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീകാത്മക നടപടി മാത്രമാണ്. അവർ തങ്ങളുടെ സൈനിക ശക്തി നിലനിർത്തുന്നിടത്തോളം കാലം സമാധാനം എന്നത് ഒരകന്ന സ്വപ്നമായി അവശേഷിക്കുമെന്നാണ് വിലയിരുത്തൽ. ഹമാസിന്റെ ഈ പ്രഖ്യാപനത്തെ വളരെ സംശയത്തോടെയും വിമർശനത്തോടെയുമാണ് ഇസ്രായേൽ നോക്കിക്കാണുന്നത്. ഇതൊരു രാഷ്ട്രീയ നാടകം മാത്രമാണെന്നും ഹമാസ് തങ്ങളുടെ സൈനിക ശേഷി നിലനിർത്തിക്കൊണ്ട് പുതിയ ഭരണസമിതിയുടെ മറവിൽ തുടർന്നും സ്വാധീനം ചെലുത്താനാണ് ശ്രമിക്കുന്നതെന്നും ഇസ്രായേലി വിദേശകാര്യ മന്ത്രാലയം ആരോപിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയവും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പും ഈ വിഷയത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത തെരഞ്ഞെടുപ്പിലെ വിജയം നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. 2023 ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ചാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് എന്നതിനാൽ രാജ്യത്തിന്റെ സുരക്ഷ പൂർണ്ണമായും തന്റെ നിയന്ത്രണത്തിലാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹം ശ്രമിക്കും. അതിനാൽ തന്നെ ഹമാസ് പൂർണ്ണമായും നിരായുധരാകാതെ ഗാസയുടെ പുനർനിർമ്മാണമോ മറ്റ് സമാധാന ചർച്ചകളോ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇസ്രായേൽ തയ്യാറാകില്ല എന്ന് ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ മിഡിൽ ഈസ്റ്റ് വിദഗ്ധനായ ഇയാൻ പാർമെറ്റർ വ്യക്തമാക്കുന്നുണ്ട്. ആയുധങ്ങൾ കൈമാറുന്ന കാര്യത്തിൽ വ്യക്തമായ തീരുമാനം ഉണ്ടാകാത്തിടത്തോളം അന്താരാഷ്ട്ര തലത്തിലുള്ള സഹായങ്ങൾ ഗാസയിലെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. ഉന്നത തലങ്ങളിൽ സമാധാന ചർച്ചകളും അധികാര കൈമാറ്റങ്ങളും നടക്കുമ്പോഴും ഗാസയിലെ 20 ലക്ഷത്തോളം വരുന്ന സാധാരണ ജനങ്ങളുടെ ജീവിതം ഇപ്പോഴും അതിരൂക്ഷമായ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. 2025 ഒക്ടോബറിലെ വെടിനിർത്തൽ കരാറിന് ശേഷവും മേഖലയിൽ ആക്രമണങ്ങൾ പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. വെടിനിർത്തലിന്റെ
രണ്ടാം ഘട്ടമായ ഹമാസിന്റെ ആയുധം താഴെവെക്കലും ഇസ്രയേൽ സൈന്യത്തിന്റെ പൂർണ്ണമായ പിന്മാറ്റവും മാസങ്ങളായി സ്തംഭനാവസ്ഥയിലാണ്. ഇതിന്റെ ഫലമായി ഗാസയുടെ 60% പ്രദേശങ്ങളും ഇപ്പോഴും ഇസ്രയേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. 1000 ദിവസങ്ങൾ പിന്നിട്ട ഈ സംഘർഷത്തിൽ ഇതുവരെ 73,000-ലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്നാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം മാത്രം 1000-ലധികം പലസ്തീനികൾക്കും 5 ഇസ്രയേൽ സൈനികർക്കും ജീവൻ നഷ്ടമായിട്ടുണ്ട്. ഗാസയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇപ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ താൽക്കാലിക ടെന്റുകളിലാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത്. ഭരണസമിതി പിരിച്ചുവിട്ടാലും അതിർത്തികളും സുരക്ഷയും ഹമാസിന്റെ നിയന്ത്രണത്തിൽ തന്നെ തുടരുമെന്നും പുതിയ മുഖങ്ങളെ അവതരിപ്പിച്ച് അധികാരം നിലനിർത്താനുള്ള തന്ത്രം മാത്രമാണിതെന്നും വിശ്വസിക്കുന്നവരാണ് ഗാസയിലെ സാധാരണക്കാരിൽ ഭൂരിപക്ഷവും. പലസ്തീൻ പൗരനായ ഹുസാം മജീദിനെ പോലെയുള്ള പ്രദേശവാസികൾ ഈ പ്രഖ്യാപനങ്ങളെ കേവലം പൊള്ളയായ വാക്കുകളായാണ് കാണുന്നത്. ചുരുക്കത്തിൽ ഹമാസിന്റെ സിവിലിയൻ ഭരണത്തിൽ നിന്നുള്ള ഈ പടിയിറക്കം ഗാസയുടെ ഭാവിയെ സംബന്ധിച്ച് ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുന്നുണ്ടെങ്കിലും അതൊരു പൂർണ്ണ സമാധാനത്തിലേക്കുള്ള സുഗമമായ പാതയായി ഇപ്പോൾ കാണാനാകില്ല. കേവലം ഒരു ഭരണമാറ്റം കൊണ്ടോ സാങ്കേതിക സമിതി അധികാരമേൽക്കുന്നത് കൊണ്ടോ മാത്രം പരിഹരിക്കപ്പെടാവുന്നതല്ല ഗാസയിലെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള രക്തരൂക്ഷിതമായ സംഘർഷങ്ങൾ. ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ ഹമാസ് വിമുഖത കാണിക്കുന്നതും തങ്ങളുടെ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി ഗാസയിൽ സൈനിക സാന്നിധ്യം തുടരാനുമുള്ള ഇസ്രയേലിന്റെ തീരുമാനവും സമാധാന പ്രക്രിയയെ നിരന്തരം പിന്നോട്ട് വലിക്കുകയാണ്. അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും ബോർഡ് ഓഫ് പീസിന്റെയും നേതൃത്വത്തിൽ പുതിയ സാങ്കേതിക സമിതി ഗാസയുടെ ഭരണം ഏറ്റെടുക്കുമ്പോൾ അവരുടെ മുന്നിലുള്ള വെല്ലുവിളികൾ അതിസങ്കീർണമാണ്. യുദ്ധത്തിൽ പൂർണ്ണമായി തകർന്നടിഞ്ഞ ഗാസയെ പുനർനിർമ്മിക്കുക, പട്ടിണിയും ദുരിതവും അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അവശ്യ സേവനങ്ങൾ ഉറപ്പാക്കുക, അതിലുപരി സ്വതന്ത്രമായും ഭയരഹിതമായും ജീവിക്കാനുള്ള ഒരു പുതിയ സാഹചര്യം ഒരുക്കുക എന്നിവയൊക്കെ പുതിയ ഭരണകൂടം എങ്ങനെ സാധ്യമാക്കുമെന്ന് കാലം തെളിയിക്കേണ്ട കാര്യമാണ്. വാഗ്ദാനങ്ങൾക്കും കടലാസിലെ കരാറുകൾക്കുമപ്പുറം ജനജീവിതത്തിൽ പ്രതിഫലിക്കുന്ന യഥാർത്ഥ മാറ്റങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഈ അധികാര കൈമാറ്റം ചരിത്രത്തിൽ അർത്ഥപൂർണമാവുകയുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.